നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഓൺലൈനായിട്ട് അടക്കുന്നതിന് വേണ്ടി ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ KSEB എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കാണാൻ പറ്റും. അതിന് താഴെയായി KSEB വെബ് സെൽഫ് സർവീസസ്, അതിന് താഴെ ക്യുക്ക് പേ എന്നെല്ലാം കാണാൻ പറ്റും. ഞാൻ ആ സെൽഫ് വെബ് സർവീസസ് എന്നത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെ വിൻഡോ വരുന്നത് അത് ക്ലോസ് ചെയ്ത് ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ക്യുക്ക് പേ എന്ന് കാണാൻ പറ്റും. അതും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കൺസ്യൂമർ നമ്പർ, അതായത് നിങ്ങളുടെ 13 അക്ക കൺസ്യൂമർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യണം. അതിന് താഴെയായിട്ട് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് താഴെ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ഇവിടെ 13 അക്ക കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ക്യാപ്ച ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ടു സീ ദ ബിൽ അത് ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ടു സീ ദ ബിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസ്യൂമറുടെ പേര്, ഏതാണ് സെക്ഷൻ, അതേപോലെ ബിൽ എമൗണ്ട്, നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് എന്നാണ്, അതേപോലെ ഡിസ്കണക്ഷൻ ഡേറ്റ് എന്നാണ്, അതേപോലെ ഡ്യൂ എമൗണ്ട്, പേ ചെയ്യേണ്ട എമൗണ്ട് എല്ലാം അവിടെ കാണിക്കും. അതെല്ലാം നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പേജിലേക്ക് പോകുന്നതായിരിക്കും. അതായത് ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് പേ ചെയ്യാൻ, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം, ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് പേ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. ഞാൻ ഇവിടെ നെറ്റ് ബാങ്കിംഗ് സെലക്ട് ചെയ്ത് ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം പേ നൗ എന്നത് കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിന്റെ പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം അടിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. നിങ്ങൾ പേയ്മെന്റ് സക്സസ്ഫുള്ളി നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അതിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഡൺ സക്സസ്ഫുള്ളി എന്ന് മുകളിൽ തന്നെ കാണിക്കും. അതേപോലെ നിങ്ങൾ അടച്ച എമൗണ്ട്, ട്രാൻസാക്ഷൻ എമൗണ്ട്, നിങ്ങൾ അടച്ച റെസീപ്റ്റ് നമ്പർ എല്ലാം ഇതിൽ തന്നെ കാണിക്കും. അതിന് താഴെ കാണാൻ പറ്റും പേയ്മെന്റ് സക്സസ്ഫുള്ളി അക്കൗണ്ടഡ് ഇൻ സെക്ടർ. ഇനി നിങ്ങൾക്കത് അടച്ചത് സേവ് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് എന്നത് ക്ലിക്ക് ചെയ്ത് അതിൽ PDF രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.